മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ശക്തമായൊരു മുന്നേറ്റം തന്നെ UDFന് ഈ കാര്യത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടും UDFൻ്റെ വോട്ടിംഗ് ശതമാനം കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് വയനാടിനെ സംബന്ധിച്ച് പറയുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ആദ്യ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ആ ഭൂരിപക്ഷത്തിൽ തന്നെ വന്നു എന്നുള്ളത് UDFൻ്റെ ശക്തമായ ഒരു പ്രതീക്ഷ തന്നെയാണ് അവർക്ക് വെച്ച് പുലർത്തുന്നത്. ഏതായാലും അതിൽ UDFും ഘടകകക്ഷികളും എല്ലാം നല്ല നിലക്ക് അതിലൊക്കെ പങ്കാളിത്തം വഹിച്ചു. ജനങ്ങൾ UDFനോടൊപ്പമാണ്. കാരണം കുറേ കുപ്രചരണങ്ങൾ, അതായത് വർഗീയത മറ്റുമൊക്കെ വെച്ചുകൊണ്ട് UDFനെ തകർക്കാം എന്ന് ശ്രമിച്ച ഒരുപാട് ആളുകളുണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം ഉള്ള ശക്തമായിട്ടുള്ള ഒരു മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകിയിട്ടുള്ളത്. UDF ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. പ്രിയങ്ക ഗാന്ധിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ പാലക്കാടിനാണല്ലോ വളരെ ശക്തമായൊരു മത്സരം നടന്നത്. അവിടെ UDFന് പ്രിയപ്പെട്ട നമ്മുടെ രാഹുൽ മാങ്കുട്ടത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഭൂരിപക്ഷം തന്നെ കേരളത്തിൽ UDF ഇപ്പോഴും ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. പാലക്കാട് പിന്നെ അവിടെ ആയിരുന്നല്ലോ കൂടുതലായിട്ടും വലിയ പ്രചാരണങ്ങളൊക്കെ നടന്നത്. അപ്പോൾ അതിനൊക്കെ അതിജീവിക്കുവാൻ രാഹുൽ മാങ്കുട്ടത്തിന് സാധിച്ചു. അവിടെ മുസ്ലിം ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും മറ്റ് ഘടകകക്ഷികളും എല്ലാം മുന്നോട്ട് വെച്ച നയങ്ങൾ അതാണ് ശരി എന്ന് ജനങ്ങൾ അംഗീകരിച്ചിരിക്കുകയാണ്. അതിലൊക്കെ തന്നെ വലിയ സന്തോഷമുണ്ട്. മൂന്നിടത്തും ശക്തമായ മുന്നേറ്റമുണ്ടാക്കാൻ UDFന് സാധിച്ചു. പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടും വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ വൻ വർധനവ് ജനങ്ങൾ UDFനൊപ്പമാണെന്ന് വ്യക്തമാക്കുന്നതാണ്. വർഗീയ കുപ്രചരണങ്ങളിലൂടെ UDFനെ തകർക്കാനുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു. അതിനുള്ള തിരിച്ചടിയാണ് ജനങ്ങൾ നൽകിയത്. കുപ്രചരണങ്ങളെയും വർഗീയ ധ്രുവീകരണത്തെയും തള്ളി ജനാധിപത്യ മതേതര മൂല്യങ്ങളാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തത്. UDFന് വോട്ട് ചെയ്തവർക്ക് നന്ദി പറയുന്നുവെന്നും തങ്ങൾ കൂട്ടിച്ചേർത്തു. സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ്. മംഗല്യപ്പട്ടിനെന്നും സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.